ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഉച്ച വരെയുള്ള ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ഇതാ നൂൽപുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. കുക്കറിൽ കടലക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഓഫാക്കി വെച്ചേക്കാണേ. ഉള്ളിലേക്ക് ചോറല്ല കേട്ടോ. ചോറ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ രാവിലത്തെ നൂൽപുട്ട് തന്നെയാണ് മോൾക്ക് കൊടുത്തു വിടുന്നത്. ഒരു 4 നൂൽപുട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് കടലക്കറിയും കൂടി കൊടുത്തു വിടാം. അതിന് സ്കൂളിൽ പോകാനുള്ള തിരക്കായതുകൊണ്ടേ ഞാൻ വേഗം ഒരാൾക്ക് നേരത്തെ പോകണം. അന്നേരം ആൾക്ക് വേഗം കൊടുക്കട്ടെ കേട്ടോ. നൂൽപുട്ടും കടലക്കറിയും പാൽച്ചായും അവർക്ക് വേഗം കൊടുക്കട്ടെ. പിന്നെ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമെങ്കിൽ രാവിലെ തന്നെ എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. ഇന്ന് ചോറ് കൊണ്ടുപോകാത്തതുകൊണ്ട് ഇനി ഉച്ചക്കലത്തെ പരിപാടി നമുക്ക് വേഗം തുടങ്ങാം. ചീരയൊക്കെ നല്ല ചുമന്ന ചീരയാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം അരിഞ്ഞ് തോരൻ വെക്കാം. കറിയായിട്ട് ഇതേ കപ്ലങ്ങയാണ് കേട്ടോ. കപ്ലങ്ങയൊക്കെ തോല് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പരിപ്പ് ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 3 വിസിലാവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. കറിയിലേക്കുള്ള തേങ്ങ ചിരണ്ടാനുള്ള ഒരു മെഷീന് ഇന്ന് പണിക്ക് പോകാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തേങ്ങ ചിരണ്ടാൻ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്രഷനാണേ. എന്നാലും ഇത്ര തേങ്ങ ചിരണ്ടിട്ടുണ്ട്. എന്നാലും ബാക്കിയും കൂടി ഞാൻ ചിരണ്ടിക്കുമെന്ന് കണ്ടോ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് തേങ്ങ ചിരണ്ടുള്ളൂ. കുളങ്ങ വെന്ത് വരുമ്പോഴത്തേന് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. ഒരു 3-4 വെളുത്തുള്ളി, ആവശ്യമുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കുക. സമയം കളയാണ്ട് ചീരത്തോരനും കൂടി വെക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ചതച്ച വെളുത്തുള്ളി ചേർക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേകതര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, കാന്താരിയാണ് ഞാൻ അധികം ഉപയോഗിക്കാറ്. കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം വഴണ്ട് വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീര അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചീരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഒന്ന് ആവി കയറുന്ന സമയത്ത് അത് ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. ഇനി ഇതൊന്ന് നല്ലോണം വെന്ത് വരട്ടെ. ഇതിലേക്ക് തേങ്ങ അരച്ചതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വന്ന് കുറുകിയതിന് ശേഷം നമുക്ക് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടാണ്. ഇനി മീനും കൂടി വറുത്താൽ മതി. മീനൊക്കെ ഞാൻ രാവിലെ തന്നെ പുരട്ടി വെച്ചുകൊണ്ട് ഇനി വറുത്താൽ മാത്രം ചോറിന സമയമ്പോൾ വറുത്തെടുത്താൽ മതി. ഇതിലേക്കുള്ള കടുകും കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കരിവേപ്പില അത് നല്ലോണം മുരിഞ്ഞ് വന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് വറവിടാം. അല്ലെങ്കിൽ പരിപ്പും കൂടി വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചീരത്തോരനും കൂടി ആയിട്ട് ഒന്ന് തുടയ്ക്കണം, കുളിക്കണം. അത് കഴിഞ്ഞാൽ മീനും കൂടി വറുത്തിട്ട് നമുക്ക് ചോറിനാം. പോയിട്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ടോ. ഇനി മീനും കൂടി വറുത്തിട്ട് നമുക്ക് വേഗം ഫുഡ് കഴിക്കാം കേട്ടോ. വറക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 2 അയില, ഒരു 3 മത്തിയും കൂടി. അത് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വേഗം ചോറെടുക്കാം. ചോറൊക്കെ റെഡി ആയിട്ടോ. ഇനി വേഗം കഴിക്കാതെ കുറച്ച് മാങ്ങാച്ചാറും കുറച്ച് ചീരത്തോരനും പിന്നെ ഒരു 2 അയില വറുത്തതും കപ്പളങ്ങക്കറിയും കൂടി ചേട്ടന് കഴിക്കാൻ കൊടുക്കട്ടെ. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നല്ല സീറുണ്ട്, നല്ല മുത്തിയുണ്ട്, നല്ല അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. അത് ചുമ്മാ കേട്ടോ. അന്നേരം ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ. അന്നേരം എല്ലാവരുടെ വീട്ടിലും എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും എന്തായിരുന്നു ഫുഡ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. എനിക്കുള്ള ഇത്